നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കൊളത്തൂരിൽ തുരങ്കത്തിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. പ്രദേശവാസികൾ ആശങ്കയിൽ. മുസ്ലിം ലീഗ് നേതാവ് പടനയിലെ VKP ഹമീദ് അലി വിടവാങ്ങി. വ്യാഴാഴ്ച പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. വിവിധ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ചീമേനി ചെമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമിയിലെ വേറിട്ട ചിത്രശില്പ പ്രദർശനം 9, 10 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. അടൂർ പതിക്കാലടുക്കം ശ്രീ ഐവർ മഹാവിഷ്ണു തമ്പുരാട്ടി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമാകുന്നു. കാഴ്ച സമർപ്പണ ഘോഷയാത്രയ്ക്കൊപ്പം കാളപ്പുലിയൻ തെയ്യവും അരങ്ങിലെത്തി. വാർത്തകൾ വിശദമായി. മയക്കുവെടിവെച്ച് പിടികൂടാനായില്ല. കാസർഗോഡ് കൊളത്തൂരിൽ തുരങ്കത്തിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. പ്രദേശത്ത് രാവിലെയും വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. പുലി ചാടിപ്പോയത് പ്രദേശവാസികളിൽ കടുത്ത ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. കൊളത്തൂരിൽ മടന്തക്കോട് തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. മയക്കുവെടിവെച്ച് പിടികൂടുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും പുലി ചാടിപ്പോവുകയായിരുന്നു. വയനാട്ടിൽ നിന്നെത്തിയ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെ പുലിക്ക് നേരെ മയക്കുവെടി വെച്ചു. എന്നാൽ പുലിക്ക് മയക്കുവെടി ഏറ്റിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുവാനായിട്ടില്ല. പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നു. വയനാട്ടിൽ നിന്നുമെത്തിയ വനം വകുപ്പ് സംഘം രാവിലെയും മേഖലയിൽ തുടരുകയും പുലിക്കായി വ്യാപകമായ രീതിയിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തു. എന്നാൽ പുലിയെ കണ്ടെത്തുവാനായില്ല. പുലിക്ക് വെടി കൊണ്ടിട്ടില്ലെന്നാണ് വനം വകുപ്പ് വിലയിരുത്തുന്നത്. മയക്കുവെടി കൊണ്ടിരുന്നുവെങ്കിൽ സമീപത്തെവിടെയെങ്കിലും പുലി വീണ് കിടക്കുമായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. ബുധനാഴ്ച വൈകിട്ടാണ് കൊളത്തൂർ ചാളക്കാട് മടന്തക്കോട് V കൃഷ്ണന്റെ കൗങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള പാറക്കെട്ടുകൾക്കിടയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയത്. മുള്ളൻ പന്നിക്ക് വെച്ച കെണിയിൽ പുലിയുടെ കാൽ കുടുങ്ങുകയായിരുന്നു. വീട്ടുകാർ തുരങ്കത്തിൽ നിന്നും മുരൾച്ച കേട്ടെത്തിയപ്പോഴാണ് കെണിയിൽ കുടുങ്ങിയ പുലിയെ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തുകയും തുരങ്കം വലവെച്ച് മൂടുകയും മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടുവാൻ ശ്രമിക്കുകയുമായിരുന്നു. മയക്കുവെടി ഒച്ച കേട്ടതോടെ പ്രാണരക്ഷാർത്ഥം കെണിയിൽ നിന്നും കാൽ വലിച്ചൂരി പുലി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ചെറിയ കെണി ആയതുകൊണ്ടാണ് പുലിക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞത്. പുലി ചാടിപ്പോയതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. സാധാരണക്കാരെ ആൾക്കാരാണ് ഇവിടെ ഈ പ്രദേശത്ത് കൂടുതൽ താമസിക്കുന്നില്ലത്. വാഹനത്തിൽ പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെ പോകും. മറ്റുള്ളവരെല്ലാം നടന്ന് പോയേ പറ്റൂ. സാമ്പത്തിക പ്രയാസവും കാര്യങ്ങളൊക്കെ ഇല്ലവർക്ക് നിത്യം ഈ പുലിയെ പേടിച്ച് 6 മണിക്ക് മുമ്പ് വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. രാവിലെ 7-7:30 കൂടിക്ക് ശേഷമേ വെളിയിൽ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പൊതുവേ ജനങ്ങളെല്ലാം ആശങ്കയിലാണ്. ഇപ്പോൾ ഏതായാലും ഇതിനെ നല്ല ഒരു ശ്രമം നടത്തി ഇതിനെ ഇവിടുന്ന് അകറ്റി വനമേഖലയിലേക്ക്, ഇവിടെ 2.5 കിലോമീറ്റർ കഴിഞ്ഞാൽ മുളിയാർ പഞ്ചായത്തിനകത്തുള്ള റിസർവ് വനമാണ്. അപ്പോൾ അങ്ങോട്ട് ഇത് പോയി കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഒരു പാലമൊക്കെ ഉണ്ട്, പാണ്ടിക്കണ്ടം ബ്രിഡ്ജുണ്ട്. അതിൽ കൂടെയാണ് വരാൻ സാധ്യത കൂടുതലില്ല ഇങ്ങോട്ട്. അതേ വഴിയിലേക്കൊന്ന് ഓടിച്ചു വിട്ട് ഇവിടുന്ന് അകറ്റി കിട്ടാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിനിടെ പുലിയെ മയക്കുവെടി വെക്കുവാനുള്ള ദൗത്യം പകൽ സമയത്തേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ ലക്ഷ്യം കാണുമായിരുന്നുവെന്നും രാത്രി ആയതുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന ആരോപണം ഉയരുന്നുണ്ട്. വിഷയത്തിൽ വനം വകുപ്പ് കാര്യക്ഷമമായി തന്നെ ഇടപെട്ടുവെന്നും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാത്തത് ആശ്വാസകരമാണെന്നും സ്ഥലത്തെത്തിയ MLA CH കുഞ്ഞമ്പു പറഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നാട്ടുകാരെ മുഴുവൻ സംഘടിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജീവനം കൊണ്ട് അത് ഓടി. ഇനിയും ഇപ്പോൾ നമ്മുടെ നാട്ടിലതുണ്ട്. ഉടനെ അതിനെ പിടിച്ച് ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കുക, ഭീതിയിൽ നിന്ന് അവരെ അങ്ങനെ രക്ഷപ്പെടുത്തുക എന്നാണ് ചെയ്യേണ്ടത്. അതിന് വനം വകുപ്പും ഉദ്യോഗസ്ഥന്മാരും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. വനംവകുപ്പിന്റെ ഭാഗത്ത് ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അലംഭാവം ഒന്നും അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം എന്താ പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്താ കാര്യം? അലംഭാവം ഒന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ഇത് കേട്ടപ്പോൾ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ക്യാമറ വെച്ചിട്ടുണ്ട്, ട്രേസ് ഔട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേവ് കൂട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവരും അവർക്ക് തന്നെ ഒരു പരിമിതിയുണ്ട്. ഉടനെ കാണുമ്പോഴത്തേക്കൊന്നും ചെയ്യാൻ അവർക്കും പറ്റില്ല. അതിന് നിയമപരമായ ചില പ്രശ്നങ്ങൾ അതിനെ വെച്ചുകൊണ്ട് അവർ മാക്സിമം ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചയായി കൊളത്തൂർ, കരക്കയടുക്കം, ചളക്കാട്, വരിക്കുളം, ബാവിക്കരയടുക്കം തുടങ്ങിയ പ്രദേശങ്ങളിൽ പുലി സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു. പുലി ഭീഷണിയെ തുടർന്ന് ജനങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാണെന്നും ഈ സാഹചര്യത്തിൽ അധികൃതർ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മുസ്ലിം ലീഗ് നേതാവ് പടനയിലെ VKP ഹമീദ് അലി വിടവാങ്ങി. 66 വയസ്സായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. വിവരമറിഞ്ഞ് പടനയിലെ കൊട്ടയന്താർ റോഡിൽ വീട്ടിൽ പുലർച്ചെ മുതൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ്, കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ്, UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ചെയർമാൻ തുടങ്ങി നിരവധി സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് VKP ഹമീദ് അലി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പടന്ന മൈമ സ്കൂൾ ചെയർമാനും പടന്ന മദ്രസ കമ്മിറ്റിയിൽ ഉൾപ്പെടെ നിരവധി സംഘടനാ ഭാരവാഹിയുമാണ്. VKP ഹമീദ് അലിയുടെ നിര്യാണത്തെ തുടർന്ന് മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പരിപാടികളും 3 ദിവസത്തേക്ക് മാറ്റിവെച്ചതായി ജില്ലാ നേതൃത്വം അറിയിച്ചു. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പടന്ന കൊട്ടയന്താറിലെ വീട്ടിൽ എത്തിയിരുന്നു. എന്നെ നെല്ലിക്കുന്നി MLA, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനും സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ MP ജോസഫ്, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി A അബ്ദുൽ-റഹ്മാൻ, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ അനുശോചിച്ചു. വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കിയാലും സാംസ്കാരിക മേഖല എടുത്തു നോക്കിയാലും ഒക്കെ അതിന് നല്ല നേതൃത്വം നൽകാൻ ഹമീദിലേക്ക് കഴിഞ്ഞിരുന്നു. നിസ്വാർത്ഥനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കറകളഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അകവും പുറവും എല്ലാം ഒന്നായിരുന്നു. എല്ലാ ആളുകളോടും, അത് വലിയ ആളുകളായാലും ചെറിയ ആളുകളായാലും എല്ലാ ആളുകളോടും ഒരേപോലെ പെരുമാറാനും എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുവാനും കഴിഞ്ഞിരുന്ന അനിതര സാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഹമീദ് അലി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിലുണ്ട്. സ്കൂളുകൾ, കോളേജുകളൊക്കെ നടത്തിപ്പിനെ പറ്റി എന്നോട് പലപ്പോഴും പറയാറുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം അല്ലാഹുവിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏറ്റവും ആ വിധിക്ക് മുമ്പിൽ നമ്മൾ തലകുനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം ഏറ്റവും നല്ലതാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ തെക്കൻ പ്രദേശമായ മേഖലകളിലൊക്കെ പാർട്ടിയുടെ സന്ദേശം എത്തിക്കുന്നതിനും പാർട്ടി പ്രവർത്തകന്മാർക്കിടയിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ച് എല്ലാവരെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഹമീദ് അലി നടത്തിയിട്ടുള്ളത്. DCC പ്രസിഡന്റ് PK ഫൈസൽ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കളായ A ഹമീദ് ഹാജി, മുനീർ ഹാജി തുടങ്ങി നിരവധി നേതാക്കൾ പടന്നയിലെ വീട്ടിലെത്തിയിരുന്നു. PKC നാദിറയാണ് ഹമീദ് അലിയുടെ ഭാര്യ. ഇർഷാദ്, ഇർഫാൻ, ഇനാസ, ഇജാസ് എന്നിവർ മക്കളാണ്. സഫ, മർവ, റിയാസ് എന്നിവർ മരുമക്കളാണ്. VKP ഇസ്മായിൽ ഹാജി, അബ്ദുൽ ഫത്താഹ്, മുഹമ്മദ് റാഫി, കുഞ്ഞാമി, റൈഹാനത്ത്, ഫാത്തിബി എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. CPM കാസർഗോഡ് ജില്ലാ സമ്മേളന ചർച്ചയിൽ 35 പ്രതിനിധികൾ ആദ്യ ദിനത്തിൽ പങ്കെടുത്തു. 12 ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംസാരിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഗൗരവമായ ചർച്ച നടന്നതായും ജില്ലാ സെക്രട്ടറി. പൊതുവെ ഇന്ന് ചർച്ചയിൽ ഇന്നലെയും ഇന്നുമായി 35 സഹാക്കളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. 12 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചു. അതിൽ പകുതിയും സ്ത്രീകളായിരുന്നു, വനിതാ സഹാക്കളായിരുന്നു. ഈ 35 സഹാക്കൾ നടത്തിയിട്ടുള്ള ചർച്ച, അതിൽ രാഷ്ട്രീയമുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിലെ സാർവദേശീയ ദേശീയ രാഷ്ട്രീയ സംഭവഗതികളുമായി ബന്ധപ്പെട്ടിട്ട് അവർ എത്തിയിട്ടുള്ള അവരുടെ അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട്. ചില തെറ്റാവാം, ശരിയാവാം, അതിന് മറുപടി പറയും. അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘടനാ റിപ്പോർട്ടിൻ്റെ മുകളിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നല്ല ഗൗരവമായ ചർച്ച നടന്നിട്ടുണ്ട്. പലർക്കും ആഗ്രഹിക്കുന്ന പോലെ ചർച്ച നടന്നിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുക. അതിൽ പലരും ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു ചർച്ചയൊന്നും ആടെ വന്നിട്ടില്ല. ഇന്നും എന്തോ പത്രത്തിൽ എഴുതി കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ട്. അതൊന്നും ആടെ നടന്ന ചർച്ചയല്ല. നിങ്ങളിപ്പോൾ ചർച്ചയിൽ ഇങ്ങനെ കേട്ടാടി ഇരുന്ന് കേട്ട മാതിരിയാണല്ലോ ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത്. അതൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഞങ്ങളാരും കേട്ടിട്ടില്ല അങ്ങനെയുള്ളൊരു ചർച്ച. പിന്നെ വിമർശനം ഉണ്ടാവുന്നേ, അതെന്താ, അത് ഈ പാർട്ടിയുടെ ഒരു സഹജ സ്വഭാവമില്ലേ. വിമർശനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ മാതിരിയുള്ള വിമർശനം. അങ്ങനെ വിമർശനം നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല, ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ കണക്ക് കൂട്ടി എഴുതാൻ പറ്റുന്നതിനൊരു പരിമിതിയില്ലേ.
നിങ്ങളുടെ ഭാവനയനുസരിച്ച് ഇങ്ങനെ ആളുടെ പേരിൽ ചേർത്താൻ പറ്റുന്നതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ അതൊന്നല്ല. ഇപ്പോൾ ഈ ചർച്ചയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതല്ല, ഞാനിപ്പോൾ മറുപടി പറയുമ്പോൾ തന്നെ അത് പറയും. ആ ചർച്ച ക്രിയേറ്റീവ് ഡിസ്കഷനായിരുന്നു. ഇന്നെല്ലാം പോരായ്മയുണ്ട്. ആ പോരായ്മ ഞങ്ങളുടെ കൂടി പോരായ്മയാണ്, അല്ലാണ്ട് ഇതെന്തോടും നേതൃത്വം ചെയ്യുന്ന പോരായ്മയല്ല. പാർട്ടിയിൽ അങ്ങനെയുണ്ട്. KSRTC ബസ്സിൽ യാത്ര ചെയ്യവേ വീട്ടമ്മയിൽ നിന്നും മൊബൈൽ ഫോണും പണവും അടങ്ങിയ ബാഗ് കവർന്ന 3 യുവതികൾ അറസ്റ്റിൽ. യുവതികൾ ബാഗ് മോഷ്ടിക്കുന്നത് ബസ് കണ്ടക്ടറുടെ ശ്രദ്ധയിൽപ്പെടുകയും മറ്റ് യാത്രക്കാരെ അറിയിക്കുകയും ചെയ്തതോടെയാണ് ഇവരെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരമറിയിച്ചത്. ബസ് യാത്രക്കിടെ മൊബൈൽ ഫോണും 8000 രൂപയുമടങ്ങിയ വീട്ടമ്മയുടെ ബാഗ് കവർന്ന കേസിൽ 3 യുവതികൾ പോലീസ് പിടിയിലായി. തമിഴ്നാട് സ്വദേശിനികളായ സുമതി, രഞ്ജിത, പാർവതി എന്നിവരെയാണ് മഞ്ചേശ്വരം പോലീസ് വ്യാഴാഴ്ച ഉച്ചയോടെ അറസ്റ്റ് ചെയ്തത്. പിടികൂടിയ യുവതികളെ കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചൊവ്വാഴ്ച രാവിലെ മംഗളൂരുവിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന കർണാടക RTC ബസ്സിൽ നിന്നും മഞ്ചേശ്വരം കുഞ്ചത്തൂർ മാടയിലെ പ്രഭാകരന്റെ ഭാര്യ താരാമണിയുടെ പണവും മൊബൈൽ ഫോണുമടങ്ങിയ ബാഗാണ് യുവതികൾ കവർന്നത്. ബാഗ് മോഷ്ടിക്കുന്നത് ബസ് കണ്ടക്ടറുടെ ശ്രദ്ധയിൽപ്പെടുകയും മറ്റ് യാത്രക്കാരെ ഇത് അറിയിക്കുകയും ചെയ്തതോടെ യുവതികളെ തടഞ്ഞുവയ്ക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. ഇതിനിടെ യാത്രക്കാരിൽ ചിലരുടെ ഭാഗത്തു നിന്നും യുവതികൾക്ക് നേരെ കയ്യേറ്റ ശ്രമവുമുണ്ടായി. സമാന രീതിയിൽ നടത്തിയ നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളാണ് ഈ 3 യുവതികളെന്നുമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന സൂചന. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് മുളിയാർ കാറടുക്ക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഭക്ഷ്യധാന്യങ്ങളില്ലാത്ത സംസ്ഥാന റേഷൻ കടകൾ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ധർണ നടത്തിയത്. ഭക്ഷ്യധാന്യങ്ങളില്ലാത്ത സംസ്ഥാന റേഷൻ കടകൾ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി കാസർഗോഡ് മുളിയാർ കാറടുക്ക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി K. നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അതിൽ 40 ലക്ഷത്തോളം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, ആ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് റേഷൻ കടകളിൽ പോയാൽ അവിടെ അരി കിട്ടുന്നില്ല, ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്നില്ല, അവർക്ക് അവശ്യ വസ്തുക്കൾ കിട്ടാത്ത വരുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ വീട് പട്ടിണിയായി ആകുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അതിശക്തമായ പ്രതികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF മുന്നോട്ട് വന്നു. കാരണം ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കേണ്ടതിന് പകരം ആ സമരത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും സ്വീകരിച്ചത് എന്ന് ഞാൻ പറഞ്ഞ് ആഗ്രഹിക്കുകയാണ്. ആ നിലപാടുകൾ ശരിയല്ല. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം വന്നപ്പോൾ ആ പ്രതിഷേധത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ആ തൽക്കാലം അതിന് പരിഹാരം ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ സ്വാസ്ഥ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. ചടങ്ങിൽ കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M. രാജീവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. മുളിയാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T. ഗോപിനാഥൻ നായർ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ CV ജെയിംസ്, M. കുഞ്ഞമ്പു നമ്പ്യാർ, VR വിദ്യാസാഗർ, R. ഗംഗാധരൻ, ഗീതാ കൃഷ്ണൻ, അഡ്വക്കേറ്റ് A. ഗോവിന്ദൻ നായർ, K. ഖാലിദ്, അഡ്വക്കേറ്റ് VM ജമാൽ, V. ഗോപകുമാർ, K. ഭക്തവത്സലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഗഡിനാടു സാഹിത്യ സാംസ്കാരിക അക്കാദമി കാസർഗോഡുമായി സഹകരിച്ച് മനേകുന്തു ലൈബ്രറി പദ്ധതിയുടെ കാസർഗോഡ് മേഖലാ ഉദ്ഘാടനം നടന്നു. കന്നഡ പുസ്തക അതോറിറ്റി ചെയർമാൻ ഡോക്ടർ മാനസ നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള ഗഡിനാടു സാഹിത്യ സാംസ്കാരിക അക്കാദമി കാസർഗോഡുമായി സഹകരിച്ച് മനേകുന്തു ലൈബ്രറി പദ്ധതിയുടെ കാസർഗോഡ് മേഖലാതല ഉദ്ഘാടനം കർണാടക സർക്കാർ കന്നഡ പുസ്തക അതോറിറ്റി ചെയർമാൻ ഡോക്ടർ ಮಾನಸ ನಿಲವಿಳಕು ಕೊಳುತಿ ಉದ್ಘಾಟನೆ ನಿರ್ವಹಿಸಿತು. ಇಲ್ಲದ ಮನೆಗಳಲ್ಲಿ ಗ್ರಂಥಾಲಯವನ್ನು ಹೊಸದಾಗಿ ಪ್ರಾರಂಭಿಸುವುದು ಒಂದಾದರೆ, ಇರುವ ಗ್ರಂಥಾಲಯವನ್ನು ಮತ್ತೆ ಪುನಶ್ಚೇತನಗೊಳಿಸುವುದು, ಅದಕ್ಕೊಂದು ರೂಪ ಕೊಡುವುದು. ಅದು ನಾವು ಸಂಖ್ಯೆಯನ್ನು ಕೊಡ್ತೀವಿ, ನಮ್ಮ ಪ್ರಾಧಿಕಾರದಿಂದ ಸಂಖ್ಯೆಯನ್ನು ಕೊಟ್ಟು ನಮ್ಮ ಫಲಕವನ್ನು ಹಸ್ತಾಂತರ ಮಾಡ್ತೀವಿ ಮನೆಯ ಗ್ರಂಥಾಲಯಗಳು. ಅದು ಮತ್ತೆ ಇನ್ನೊಂದು ಸಹ ಹಾಕೊಳ್ಳುತ್ತಿಲ್ಲ, ಈಗ ದಿಢೀರತೆ ಬಂದಿಲ್ಲ. ಹಾಗೆ ಇದು ಒಂದು ಕಡೆ ಹೊಸ ಗ್ರಂಥಾಲಯ ಅಂಕುರಾರ್ಪಣೆ ಆದರೆ, ಇದು ಇನ್ನೊಂದು ಕಡೆ ಮತ್ತೆ ಪುನಶ್ಚೇತನಕ್ಕೆ ಇರುವ ಗ್ರಂಥಾಲಯದ ಜೊತೆಗೆ ಮತ್ತೆ ಯಾವ ಗ್ರಂಥಾಲಯ ಬೇಕು ಅನಿಸುತ್ತೆ.
ಕೇಳುತ್ತೆ. ಅದು ಒಂದು ಶಿಸ್ತುಬದ್ಧವಾಗಿ ಜೋಡಿಸಿದಾಗ ಎಲ್ಲೆಲ್ಲ ಇದ್ದಾಗ ಆಗಲ್ಲ. ಅಂತಹ ಗ್ರಂಥಾಲಯವನ್ನ ಇವತ್ತು ಬಹಳ ಪ್ರೀತಿಯಿಂದ ನೋಡಿದ್ದೀನಿ, ಕಣ್ಣು ತುಂಬಿಕೊಂಡಿದ್ದೀನಿ. ബുക്ക് അതോറിറ്റി നൽകുന്ന ഉപഹാരം പ്രൊഫസർ രത്നാകര മല്യമൂലെ ദമ്പതികൾക്ക് കൈമാറി. കാസർഗോഡ് ഗഡിനാടു സാഹിത്യ സാംസ്കാരിക അക്കാദമി പ്രസിഡന്റ് ചെനിയപ്പ നായിക് അധ്യക്ഷത വഹിച്ചു. ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി അംഗം AR സുബ്ബയ്യക്കട്ടെ, ഗഡിനാടു അക്കാദമി സെക്രട്ടറി അഖിലേഷ് നഗുമോഗം, പ്രൊഫസർ A ശ്രീനാഥ്, ശിവശങ്കർ നെക്രാജെ, ബാലകൃഷ്ണ നീർച്ചാലു, രാജീവി ടീച്ചർ, സുനിത യാദവ്, വർഷ മല്ലമൂലെ തുടങ്ങിയവർ സംബന്ധിച്ചു. രവി നായിക്കാപ്പു സ്വാഗതവും പ്രൊഫസർ രത്നാകര മല്യമൂലെ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അടൂർ പതിക്കാലടുക്കം ശ്രീ ഐവർ മഹാവിഷ്ണു തമ്പുരാട്ടി ക്ഷേത്രം കളിയാട്ട മഹോത്സവം നാടിന്റെ ഉത്സവമായി. കാഴ്ച സമർപ്പണ ഘോഷയാത്രയ്ക്കൊപ്പം കാളപ്പുലിയൻ തെയ്യവും അരങ്ങിലെത്തി. അടൂർ പതിക്കാലടുക്കം ശ്രീ ഐവർ മഹാവിഷ്ണു തമ്പുരാട്ടി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഒരു നാടിൻ്റെ തന്നെ ഉത്സവമായി മാറിയ കളിയാട്ട മഹോത്സവത്തിൽ കാഴ്ചാ സമർപ്പണം നടന്നു. കാഴ്ചാ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ കോൽക്കളി, കൈകൊട്ടിക്കളി, തിരുവാതിര എന്നിവ അരങ്ങേറി. കാളപ്പുലിയൻ തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തരാണ് കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യക്കോലങ്ങൾ വീക്ഷിക്കുവാനായി എത്തിയത്. 5 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് വെള്ളിയാഴ്ച സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2 ദിവസങ്ങളായി വ്യത്യസ്തത പുലർത്തുന്ന 400-ൽ പരം ശില്പങ്ങളും 200ഓളം ചിത്രങ്ങളും ഉൾപ്പെടുത്തി വേറിട്ട ചിത്രശില്പ പ്രദർശനത്തിന് ചീമേനി ചെമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫെബ്രുവരി 9, 10 തീയതികളിൽ നടക്കുന്ന പ്രദർശനം ചിത്രശില്പ ചരിത്ര ഗവേഷകൻ KK മാരാർ ഉദ്ഘാടനം ചെയ്യും. പക്ഷികളും മൃഗങ്ങളും മനുഷ്യരൂപങ്ങളും രാഷ്ട്രനായകരും മോഡേൺ ശില്പങ്ങളും ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 9 രാവിലെ 11 മണി മുതൽ ആരംഭിക്കുന്ന ശില്പചിത്ര പ്രദർശനം വൈകുന്നേരം 4 മണിക്ക് ദക്ഷിണേന്ത്യൻ ചിത്രശില്പ ചരിത്ര ഗവേഷകൻ KK മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചീമേനി ചെമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമിയിൽ പഠിക്കുന്ന 70-ൽ പരം വിദ്യാർത്ഥികളാണ് ചിത്രങ്ങളും വിവിധ ശില്പങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ, CV വിനയചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളാകും. തുടർന്ന് നടക്കുന്ന കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം മുൻ MP P കരുണാകരൻ ഉദ്ഘാടനം ചെയ്യും. ശില്പകലയിൽ ദേശീയ ടാലന്റ് റിസോഴ്സ് സ്കോളർഷിപ്പ് നേടിയ അക്കാദമി വിദ്യാർത്ഥികളെയും ലയൺസ് ക്ലബ്ബ് നടത്തിയ ചിത്രരചന വിജയിയെയും ചടങ്ങിൽ അനുമോദിക്കും. 2 ദിവസങ്ങളായി നടക്കുന്ന ചിത്രശില്പ പ്രദർശനം കാണാൻ പൊതുജനങ്ങൾക്കും സൗകര്യമൊരുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ P കരുണാകരൻ മുൻ MP കടന്നു. ഒപ്പം മുഖ്യാതിഥിയായി ലയൺസ് ക്ലബിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണറും ഇവിടെ കവിയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റുമായ വിനയേന്ദ്ര മാഷും ആണ് മുഖ്യാതിഥികളായിരിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് നിരവധി ഡോക്ടർമാർ, കാർഡിയോളജിസ്റ്റ് ഉൾപ്പെടെ നിരവധി ഡോക്ടർമാരും പരിയാരം ലയൺസ് ക്ലബിൻ്റെ നിരവധി മെമ്പർമാർ ചേർന്ന് ഏകദേശം 50-ലധികം ആളുകൾ പരിയാരം ഭാഗത്തു നിന്ന് എത്തുന്നു. പ്രദർശനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകും. ചിത്രശില്പകലാ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ നേട്ടം കൈവരിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. അക്കാദമി ചെയർമാൻ രവീന്ദ്രൻ തൃക്കരിപ്പൂർ, രക്ഷാധികാരി M പവിത്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം തുമിനാടിന് ഇനി മുതൽ വഫ എന്റർപ്രൈസസ് ആൻഡ് ഫർണിച്ചറിന്റെ പ്രൗഢിയും. ദക്ഷിണ കന്നഡ ജില്ലയിലെ നിരവധി കുടുംബങ്ങളുടെ സഹായകരങ്ങളേകിയ അബ്ദുൽ വഹാബിന്റെ ഉടമസ്ഥതയിലുള്ള വഫ എന്റർപ്രൈസസ് ആൻഡ് ഫർണിച്ചർ തുമിനാടിൽ പ്രവർത്തനം ആരംഭിച്ചു. പണക്കാട് സയ്യിദ് മോഹിനലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സപ്തഭാഷാ ഭൂമിയായ മഞ്ചേശ്വരം തുമിനാട്ടിൽ വഫ എന്റർപ്രൈസസ് ആൻഡ് ഫർണിച്ചർ ഷോറൂം പ്രവർത്തനമാരംഭിച്ചു. സ്ഥാപനമുടമ അബ്ദുൽ വഹാബിൻ്റെ മാതാവ് മൈമൂനയുടെ അനുഗ്രഹാശിസുകളോടെ പാണക്കാട് സയ്യിദ് മോഹിനലി ശിഹാബ് തങ്ങൾ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നടന്ന മാനവിക സംഗമം കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം ചെയ്തു. ನಾನು ಅಬ್ದುಲ್ ವಹಾಬ್ ಮತ್ತು ಮಿತ್ರರನ್ನು ಎಲ್ಲರ ಪರವಾಗಿ ನಾನು ಇವತ್ತು ಅಭಿನಂದಿಸ್ತೇನೆ. ಬಹುಶಃ ಇವತ್ತು ಈ ಒಂದು ಪ್ರದೇಶದಲ್ಲಿ ವಫಾ ಫರ್ನಿಚರ್ ಶೋರೂಮ್ ಅನ್ನು ಪ್ರಾರಂಭ ಮಾಡುವ ಮೂಲಕ ಇಲ್ಲಿ ಬರುವಂತ ಎಲ್ಲ ಗ್ರಾಹಕರಿಗೆ ಒಂದು ವಿಶ್ವಾಸ ಬರುತ್ತೆ ಮತ್ತು ಅದಕ್ಕೆ ಗುಣಮಟ್ಟವಿರುವಂತಹ ಫರ್ನಿಚರ್ ಒದಗಿಸಿಕೊಳ್ಳುವಂತಹ ಸದಾವಕಾಶವನ್ನು ಈ ಒಂದು ಶೋರೂಮ್ ಜನರಿಗೆ ಸೇವೆ ಸಿಗ್ತದೆ ವಿಶ್ವಾಸ ನನಗೆ ಇದೆ.
ಆದ ಕಾರಣ ಬಹುಶಃ ಇಲ್ಲಿಗೆ ಬರುವ ಎಲ್ಲ ಗ್ರಾಹಕರು ಅತ್ಯಂತ ಸಂತೋಷದಿಂದ ಬಂದು ಅದನ್ನು ಪರ್ಚೇಸ್ ಮಾಡುವಂತಹ ವಿಶೇಷಕ್ಕೆ ಹಲವು ಥರ ವರ್ತಿಸಿಕೊಳ್ಳಿ ಕೇಳಿಕೊಳ್ತಾ ನಾನು ಅಬ್ದುಲ್ ವಹಾಬ್ ಅವರಿಗೆ ಮಿತ್ರ, ಯಾಕೆಂದರೆ ನೀವೆಲ್ಲರೂ ಯುವ ಜನಾಂಗಕ್ಕೆ ವ್ಯಾಪಾರದಲ್ಲಿ ಒಂದು ಮಾದರಿಯಾಗಿರಬೇಕು. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അതിർത്തി പ്രദേശത്ത് സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്ന 3 ആരാധനാലയങ്ങളുടെ പ്രതിനിധികളായ ഉദ്യാവരം 1000 ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് സൈഫുള്ള തങ്ങൾ അൽ പുഖാരി, ഉദ്യാവര ശ്രീ അറസുമഞ്ചിഷ്ണാർ ക്ഷേത്ര അണ്ണദൈവ വെളിച്ചപ്പാടൻ രാജ വെളിച്ചപ്പാട, തലപ്പാടി മരിയാശ്രമ ചർച്ച് വൈസ് പ്രസിഡന്റ് ലീന ടീച്ചർ എന്നിവരെ ഷാളണിയിച്ച് മെമൻറ്റോ നൽകി ആദരിച്ചു. സ്ഥാപനത്തിൻ്റെ 7ാം സീസൺ തുടങ്ങുന്നതിനോടനുബന്ധിച്ചാണ് തുമിനാടിൽ പുതിയ ഷോറൂം ആരംഭിച്ചത്. ഹോം ആൻഡ് സൈറ്റ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഹിക്കിൾസ് ആൻഡ് ഫർണിച്ചർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി ഉപഭോക്താക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള പദ്ധതിയാണ് സീസൺ 7 യാഥാർത്ഥ്യമാക്കുന്നത്. സീസൺ 7 പോസ്റ്ററും പതാകയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. പിന്നീട് കണ്ണുതീർത്ത ഗവൺമെൻറ് LP സ്കൂളിലേക്ക് വാട്ടർ കൂളറുകൾ സംഭാവന ചെയ്തു. ക്ഷേത്രം, പള്ളി, ചർച്ച് എന്നിവയിലേക്ക് വീൽചെയറുകൾ വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചവരെയും വേദിയിൽ ആദരിച്ചു. തുടർന്ന് മിഡിൽ ക്ലാസ് ഫാമിലി എന്ന തുളു സിനിമയിലെ അഭിനേതാക്കൾ വേദിയിലെത്തി ആശംസകൾ നേർന്നു. സ്ഥാപനമുടമയും മാനേജിംഗ് ഡയറക്ടറുമായ അബ്ദുൽ വഹാബ്, റവറൻഡ് ഫാദർ ഗ്രിഗറി പെരേര, അസീസ് ഹാജി, SM ബഷീർ, ആദർശിയം, ദയാഗർമാട, ഹനീഫ്, ഹർഷാദ് വോർക്കാടി, അഷ്റഫ് ബഡാജെ, നവീൻ മൊന്തേരോ, മുൻ മേയർ അഷ്റഫ്, അബ്ദുൽ ഖാദിർ സൂറത്കൽ, ജുനൈദ് ഉച്ചില, ഇർഷാദ് തുമിനാട് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് സപ്ലൈ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. സംസ്ഥാന റേഷൻ കടകളോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. പാവപ്പെട്ട ജനതയുടെ അവശ്യ സാധനങ്ങളുടെ കേന്ദ്രമായ പൊതുവിതരണ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും സ്വകാര്യ കച്ചവടക്കാർക്ക് വേണ്ടി റേഷൻ സമ്പ്രദായത്തെ തകർക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും DCC പ്രസിഡന്റ് PK ഫൈസൽ ആരോപിച്ചു. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങളുടെ ദൗർബല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് KPCCയുടെ ആഹ്വാനപ്രകാരം കാഞ്ഞങ്ങാട്, നീലേശ്വരം, ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും ധർണാസമരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരു മാസക്കാലം ഈ മേഖലകളിലെല്ലാം റേഷൻ ഷോപ്പുകളിൽ, സപ്ലൈകോയിൽ, മാവേലി സ്റ്റോറുകളിലെല്ലാം സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഏജൻസികൾക്ക് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വരുത്തി. റേഷൻ ഉടമകൾക്ക് കമ്മീഷൻ ഇനത്തിൽ കോടി രൂപ കൊടുക്കാൻ ബാക്കിയുണ്ട്. ഈ 2 കാരണത്താൽ കഴിഞ്ഞ ഒരു മാസക്കാലം സാധനം വിതരണം ചെയ്യുന്ന ഏജൻസികൾ, റേഷൻ ഷോപ്പ് ഉടമകളെല്ലാം സമരത്തിൽ ഏർപ്പെടുകയും റേഷൻ ഷോപ്പുകളിൽ പോയപ്പോൾ ജനങ്ങൾക്ക് ഒരു അവശ്യ സാധനങ്ങൾ ലഭിക്കാതെ ജനങ്ങൾ ഏറെ വലയപ്പെട്ടു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ ബളൂർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി M അസനാർ, സേവാദൽ ബോർഡ് ചെയർമാൻ രമേശൻ കരുവാച്ചേരി, DCC വൈസ് പ്രസിഡന്റ് സാജിദ് മൗവൽ, DCC സെക്രട്ടറിമാരായ PV സുരേഷ്, മാമുനി വിജയൻ, പ്രകാശൻ KP, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിന്ധു K, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. മടിയൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും KV വിജയൻ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശാസ്ത്ര അസംബ്ലി ശ്രദ്ധേയമായി. മിഷൻ സൗത്ത് 2025 ഭാഗമായാണ് വേറിട്ട പരിപാടി സ്കൂളിൽ സംഘടിപ്പിച്ചത്. കുട്ടികളിൽ ശരിയായ ശാസ്ത്രബോധവും ശാസ്ത്ര സ്നേഹവും വളർത്താൻ ലക്ഷ്യമിട്ട് കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്ര അസംബ്ലി വേറിട്ട അനുഭവം സമ്മാനിച്ചു. ക്ലാസ് മുറികളിൽ നിന്ന് മാത്രം പഠിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല ശാസ്ത്ര പഠനമെന്നും ഇത്തരം അറിവുകൾ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രയോഗിക്കുന്നതിലൂടെ മാത്രമേ ശാസ്ത്രബോധമുള്ള സമൂഹം കെട്ടിപ്പൊക്കാനാകൂ എന്ന തിരിച്ചറിവാണ് ശാസ്ത്ര അസംബ്ലി എന്ന ആശയത്തിൽ എത്തിച്ചത്. സ്കൂൾ അസംബ്ലിയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ച് വ്യത്യസ്തമാർന്ന ശാസ്ത്ര വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് അസംബ്ലി. അസംബ്ലിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച ശാസ്ത്ര മാജിക് ലഹരികൾക്കെതിരെ ശക്തമായ സാമൂഹ്യ സന്ദേശം കൈമാറുന്ന ഒന്നായി മാറി.
ലഹരിക്കെതിരെ ബോധവൽക്കരണ സ്തൂപം ശാസ്ത്ര മാജിക്കിലൂടെ ജ്വലിച്ചപ്പോൾ കുട്ടികളുടെ അമ്പരപ്പും ആകാംക്ഷയും ഇരട്ടിയായി. ജ്വലിക്കുന്ന ശാസ്ത്രസ്തൂപം, ശാസ്ത്രം സത്യമാണ് പോസ്റ്റർ ക്യാമ്പയിൻ, ലിറ്റിൽ സയന്റിസ്റ്റുകളുടെ പരീക്ഷണ അവതരണങ്ങൾ, ശാസ്ത്രജ്ഞരുമായി സംവദിക്കൽ, പരിസ്ഥിതി ഗാനം, നൂതന ശാസ്ത്ര വാർത്തകൾ ഉൾപ്പെടുത്തി ശാസ്ത്ര വാർത്ത വായന, ശാസ്ത്രദിന ചൈതന്യം, ശാസ്ത്രചിന്ത പങ്കുവയ്ക്കൽ തുടങ്ങിയ ഇനങ്ങൾ ശാസ്ത്ര അസംബ്ലിയെ മികവിൽ മികച്ചതാക്കി. മിഷൻ സൗത്ത് 25ന്റെ ഭാഗമായി സ്കൂളിൽ വിവിധ ഭാഷാ അസംബ്ലിയും ക്ലാസ് അസംബ്ലിയും നടന്നുവരികയാണ്. ശാസ്ത്ര അസംബ്ലി എന്ന പുതുമയാർന്ന ആശയത്തിന് സ്കൂളിലെ കുട്ടികളിലൂടെ ജീവൻ വെച്ചപ്പോൾ ഏറ്റവും ശക്തമായ ശാസ്ത്ര അസംബ്ലി അവതരിപ്പിക്കപ്പെട്ടു. പ്രധാനാധ്യാപകൻ അബ്ദുൽ ബഷീർ അസംബ്ലി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സ്കൂൾ ലീഡർ ലസ്ന അസംബ്ലി ഓർഡർ നൽകി. 10ാം തരം വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി KV അസംബ്ലി ആങ്കറിംഗ് നടത്തി. കുട്ടികളായ ദേവഹർഷ അശോക്, ദയാ സന്തോഷ്, ദൃശ്യ താര, അനന്യ, ഭവ്യനന്ദ, ശിഖ, നിദ ഫാത്തിമ, ശ്രേയസ്, ധനഞ്ജയ് പ്രദീപ് എന്നിവർ വിവിധ ശാസ്ത്ര അവതരണങ്ങൾ നടത്തി. സയൻസ് ക്ലബ് കൺവീനർ രജിത ടീച്ചർ സംസാരിച്ചു. സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയോടെ അവതരിപ്പിച്ച ശാസ്ത്ര അസംബ്ലി മിഷൻ സൗത്ത് പദ്ധതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയായി മാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കൊളത്തൂരിൽ തുരങ്കത്തിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. പ്രദേശവാസികൾ ആശങ്കയിൽ. മുസ്ലിം ലീഗ് നേതാവ് പടനയിലെ VKP ഹമീദ് അലി വിടവാങ്ങി. വ്യാഴാഴ്ച പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. വിവിധ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ചീമേനി ചെമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമിയിലെ വേറിട്ട ചിത്രശില്പ പ്രദർശനം 9, 10 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. അടൂർ പതിക്കാലടുക്കം ശ്രീ ഐവർ മഹാവിഷ്ണു തമ്പുരാട്ടി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമാകുന്നു. കാഴ്ച സമർപ്പണ ഘോഷയാത്രയ്ക്കൊപ്പം കാളപ്പുലിയൻ തെയ്യവും അരങ്ങിലെത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.